IPL മാച്ച് നമ്പർ 5 ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ നടന്നപ്പോൾ ആവേശകരമായ മത്സരത്തിനാണ് കാണികൾ സാക്ഷ്യം വഹിച്ചത്. ടോസ് ലഭിച്ച GT ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഒന്നാം ഇന്നിംഗ്സിൽ പഞ്ചാബിന് വേണ്ടി ബാറ്റിംഗിൽ ഇറങ്ങിയ ഓപ്പണേഴ്സ് പ്രഭ്സിമ്രാൻ സിംഗും ആര്യയും ആയിരുന്നു. ആര്യ 23 പന്തിൽ 47 റൺസാണ് ടീമിന് വേണ്ടി എടുത്തത്. സാധാരണയായി 3-ാം നമ്പറിൽ ഇറങ്ങേണ്ടിയിരുന്ന പ്രഭ്സിമ്രാൻ സിംഗ് ഓപ്പണറായി ഇറങ്ങി നിരാശപ്പെടുത്തുകയാണ് ചെയ്തത്. 5 റൺസ് മാത്രമേ അദ്ദേഹത്തിന് എടുക്കാനായുള്ളൂ. എന്നാൽ അവരുടെ പുതിയ ക്യാപ്റ്റനായ ശ്രേയസ് അയ്യർ ടീമിന് വേണ്ടി മികച്ച പ്രകടനമാണ് നടത്തിയത്. 42 പന്തിൽ 97 റൺസിനാണ് അദ്ദേഹം എടുത്തത്. 3 റൺസിനാണ് അദ്ദേഹത്തിന് സെഞ്ചുറി നഷ്ടമായത്. പിറകെ എത്തിയ ഒമർ സായ് 16 റൺസും മാക്സ്വെൽ ഡക്കിനും പുറത്തായി. മാർക്കസ് സ്റ്റോയിനസ് 15 പന്തിൽ 20 റൺസ് നേടി. എന്നാൽ കഴിഞ്ഞ കൊല്ലത്തെ PBKസിന്റെ താരമായ ശശാങ്ക് സിംഗ് മികച്ച പ്രകടനം ടീമിന് വേണ്ടി കാഴ്ചവെച്ചു. വെറും 16 പന്തിൽ 44 റൺസാണ് അദ്ദേഹം നേടിയത്. ശ്രേയസ് അയ്യറിന് സെഞ്ചുറി തികക്കാനായില്ല എന്നത് ഒഴിച്ചാൽ PBKS നല്ലൊരു സ്കോറിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. 20 ഓവറിൽ 5 വിക്കറ്റിന് 243 റൺസാണ് PBKS നേടിയത്. രണ്ടാം ഇന്നിംഗ്സിൽ GTക്ക് അത്യുഗ്രം തുടക്കമാണ് ലഭിച്ചത്. സായ് സുദർശനും ശുഭ്മാൻ ഗില്ലും ചേർന്നാണ് GTക്ക് വേണ്ടി ഓപ്പൺ ചെയ്തത്. ഗുജറാത്തിന്റെ ക്യാപ്റ്റനായ ശുഭ്മാൻ ഗിൽ 14 പന്തിൽ 33 റൺസ് എടുത്തപ്പോൾ സായ് സുദർശൻ 41 പന്തിൽ 74 റൺസ് എടുത്താണ് മടങ്ങിയത്. എന്നാൽ നമ്പർ 3 പൊസിഷനിൽ ബാറ്റ് ചെയ്യാനിറങ്ങിയ ജോസ് ബട്ട്ലർ മത്സരത്തിന്റെ ഗതിയിലായിരുന്നില്ല ബാറ്റ് വീശിയത്. 243 എന്നൊരു വലിയ സ്കോർ പിന്തുടരുമ്പോൾ മികച്ച സ്ട്രൈക്ക് റേറ്റിലായിരിക്കണം കളിക്കേണ്ടത്. ജോസ് ബട്ട്ലർ 33 പന്തിൽ 54 റൺസാണ് എടുത്തത്. GTക്ക് വേണ്ടി ഷർഫീൻ റുദർഫോർഡ് 28 പന്തിൽ 46 റൺസ് എടുത്തു. പുറകെ എത്തിയ രാഹുൽ തെവാട്ടിയ 6, ഷാറൂഖ് ഖാൻ 6 റൺസുമായി മടങ്ങി. അർഷദ് ഖാൻ 1 മടങ്ങി. മത്സരത്തിന്റെ ടേണിംഗ് പോയിന്റ് എവിടെയെന്ന് വെച്ചാൽ മിഡിൽ ഓവേഴ്സിൽ പഞ്ചാബ് നല്ല രീതിയിലാണ് ബോൾ ചെയ്തത്. അവസാന ഓവർ ഭംഗിയായി കൈകാര്യം ചെയ്ത ഹർഷദീപ് സിംഗിനും കൈയടിക്കേണ്ട പ്രകടനമാണ് ഈ മത്സരത്തിൽ കാണാൻ കഴിഞ്ഞത്.